ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അവധൂത നാഥാനന്ദജിയുടെ ഒരു അവധൂതൻ്റെ ആത്മകഥ അഥവാ ഗർജിക്കുന്ന നിശബ്ദത എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ആത്മാവിൻ്റെ മോചനം, ഒരു പ്രേതാത്മാവായിരുന്ന ഒരു ആത്മാവിനെ എങ്ങനെയാണ് നാഥാനന്ദജി മോചിപ്പിച്ചത് എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്: ഇൻഡോർ ആശ്രമത്തിൽ തന്നെ കുറച്ചു മാസങ്ങൾ കൂടി താമസിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ശ്രീചക്രത്തിലെ ബിന്ദുവിനെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രത്യക്ഷ ഫലങ്ങൾ ആഗ്രഹിച്ച ദിശയിൽ തന്നെ ഉണ്ടായി. ചിത്രശലഭവുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ശേഷം ബാബയിലും ചില മാറ്റങ്ങൾ കാണപ്പെട്ടു. എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് ഒരു നല്ല സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേ ശാസ്ത്രത്തെയാണല്ലോ അഭയകേന്ദ്രമായി സ്വീകരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഞാൻ ശ്രീവിദ്യ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. രാത്രികാലങ്ങളിൽ ഞാൻ വായന, ചില മന്ത്രപരിശീലനം അല്ലെങ്കിൽ എഴുത്ത് എന്നിവയിൽ ഏർപ്പെട്ടു. എൻ്റെ ഗവേഷണത്തിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായിരുന്നു. ശ്രീചക്രത്തിൻ്റെ രഹസ്യങ്ങൾ അഥവാ സീക്രട്സ് ഓഫ് ശ്രീചക്ര എന്ന പുസ്തകത്തിൻ്റെ കൈയെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കി. അക്കാലത്ത് വളരെ സാവകാശത്തിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ ധ്യാനിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി. രാത്രി സാധനയിൽ സഹജജപവും മനസ്സിനെ നിരീക്ഷിക്കലുമാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്തിരുന്നത്. പതിവ് ചിട്ടയിൽ ഇങ്ങനെ ഭേദഗതികൾ നടത്തി ചിത്രശലഭവുമായി ബന്ധപ്പെട്ട സാഹസത്തിൽ നഷ്ടപ്പെട്ട ഊർജം ഞാൻ തിരിച്ചെടുത്തുകൊണ്ടിരുന്നു. അനുഭൂതി തലത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തത എൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം മുറിയിൽ കസേരയിൽ ചാരിയിരുന്ന് ശ്രീവിദ്യയുടെ വൈകാരിക തലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സ്ത്രീകൾ ധരിക്കാറുള്ള പാദസരം കിലുങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടു. തല തിരിച്ച് ചുറ്റും നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരെയും കണ്ടില്ല. മതിഭ്രമമായിരിക്കുമെന്ന് കരുതി ഞാനത് അവഗണിച്ചു. പിറ്റേ ദിവസം രാത്രി മുറിക്ക് പുറത്ത് അതേ ശബ്ദം കേട്ടു. ഞാൻ വാതിൽ തുറന്ന് അവിടെയെല്ലാം അന്വേഷിച്ചുവെങ്കിലും ആരെയും കണ്ടില്ല. ഏതാണ്ട് എല്ലാ ദിവസവും ഇത് തുടർന്നുകൊണ്ടിരുന്നു. ആരെങ്കിലും എന്നെ കളിപ്പിക്കുവാൻ കുസൃതി ഒപ്പിക്കുകയാണോ എന്ന് ഞാൻ ശങ്കിച്ചു. ഇത്തരം കളിപ്പിക്കലുകൾ ആശ്രമത്തിൽ സർവ്വസാധാരണമാണ്. ആശ്രമത്തിലെ മാനേജർമാരാണ് ഇത്തരം കുസൃതികൾ ഒപ്പിക്കുക. സ്വന്തം സ്ഥാനത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് ഭീഷണി ഉയരുമ്പോൾ, അല്ലെങ്കിൽ ആശ്രമത്തിലെ നവാഗതർ തങ്ങളെക്കാൾ പ്രസിദ്ധരാകുമ്പോൾ അത്തരക്കാരെ തുരത്താൻ അല്ലെങ്കിൽ ഒതുക്കുവാൻ സ്ത്രീകളെ, ഭക്തരെ, കൂടെയുള്ള സന്യാസിമാരെ ഉപയോഗിച്ച് ഇത്തരം വിദ്യകൾ ആശ്രമം മാനേജർമാർ പ്രയോഗിക്കാറുണ്ട്. ഇതും അത്തരത്തിൽപ്പെട്ട ദുഷ്ചേതിയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഞാൻ ആശ്രമത്തിലെ എല്ലാവരെയും അവരുടെ ചെയ്തികളെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ ആരിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ശ്രദ്ധ മറ്റ് സാധ്യതകളിലേക്ക് തിരിഞ്ഞു. പാദസര കിലുക്കത്തിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ ഞാൻ തീരുമാനിച്ചു. രാത്രി ജാഗ്രതയോടെ ഉണർന്നിരിക്കുവാൻ തുടങ്ങി. അടുത്ത വീടുകളിൽ നിന്നാണോ ശബ്ദം എന്ന് പരിശോധിച്ച് അതിന് സാധ്യതയില്ലെന്ന് കണ്ടെത്തി. പാദസരത്തിൻ്റെ കിലുക്കം കൂടുതൽ വ്യക്തമാകുവാൻ തുടങ്ങി. എൻ്റെ ജിജ്ഞാസയും കൂടി, ഒപ്പം ഭയവും. രാത്രി ഉറങ്ങാതെ ഞാൻ ജാഗ്രതയോടെ അന്വേഷണം തുടർന്നു. ഒരു ദിവസം രാത്രി ഏകദേശം 1 മണിക്ക് സുന്ദരിയായ ഒരു ഗ്രാമീണ യുവതി എൻ്റെ മുറിക്ക് മുന്നിലെ മരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ബെഞ്ചിലിരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ കിടപ്പുമുറിയുടെ ജനാലിക്കലരികിൽ താഴെ മരച്ചുവട്ടിലാണ് യുവതി ഇരിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ആശ്രമത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. മറ്റിടങ്ങളിൽ നിന്ന് ഭക്തന്മാർ ആശ്രമത്തിലേക്ക് വരാറുണ്ട്. അങ്ങനെ എത്തുന്നവർ പകൽ സമയത്ത് തീർച്ചയായും ആശ്രമത്തിൽ ഉണ്ടായിരിക്കും. സ്ത്രീകൾ പകൽ സമയത്ത് പോലും ആശ്രമത്തിൽ ചുറ്റി നടക്കാറില്ല. അതിന് അവരെ അനുവദിക്കാറുമില്ല. രാത്രിയിൽ അതിനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. എന്നാൽ ഇവിടെ സംഗതി അങ്ങനെയല്ല. അപ്പോൾ പെൺകുട്ടി എങ്ങനെ അകത്തു വന്നു? ഈ പെൺകുട്ടി ഒട്ടും ഭയമില്ലാതെ അല്ലെങ്കിൽ ആശ്രമത്തിലെ ആരുടെയും അറിവോടെയല്ലാതെ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാനിടയായത് എങ്ങനെ? എൻ്റെ മനസ്സിൽ തെല്ല് ഭയം കടന്നുകൂടി. തൊണ്ട അടഞ്ഞു. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ ആരാണെന്ന് വിക്കലോടെ ഞാൻ ചോദിച്ചു. അവൾ എന്നെ നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ അഗാധമായ മൗനത്തിലാണ് എന്ന് തോന്നി. 2-3 തവണ ഞാൻ ചോദ്യം ആവർത്തിച്ചു. പക്ഷേ മറുപടിയില്ല. എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ വാതിലടച്ച് കിടക്കയിലിരുന്ന് ആചമനം ചെയ്ത് തീവ്രമായി ജപിക്കുവാൻ തുടങ്ങി. അവളുടെ വേഷഭൂഷാദികളിൽ നിന്ന് അത് ഒരു പ്രേതമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമാനുഷിക വൃത്തി ആകാമെന്ന് ഞാൻ സംശയിച്ചു.
രാവിലെ ബാബയോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ബാബ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ബാബ പറഞ്ഞു, ഇവിടെ അമ്മയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ചുറ്റുവട്ടത്ത് അശുദ്ധികളൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം സംഗതികളൊന്നും ഇവിടെ ഉണ്ടാകില്ലെന്ന് നിശ്ചയമാണ്. ഇത്തരം സംഗതികളെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ യുക്തിഭദ്രമാണ്. അദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ച് അതൊന്നുമില്ല. കുറേ ദിവസമായി ഉണ്ടായ തുടർച്ചയായ സാധന എന്നിലുണ്ടാക്കിയ സമ്മർദ്ദവും സംഘർഷവും മതിഭ്രമമുണ്ടാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം വിചാരിച്ചു കാണും. അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിൽ അസന്തുഷ്ടനായെങ്കിലും ഞാൻ മിണ്ടാതിരുന്നു. ഇതുപോലെയുള്ള അമൂർത്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ സഹായം നിർബന്ധിക്കുവാനും കഴിയില്ലായിരുന്നു. ഞാൻ എൻ്റെ സമീപനം മാറ്റി. സംഗതികളെ വ്യത്യസ്ത വീക്ഷണകോണിലൂടെയും കാഴ്ചപ്പാടുകളിലെയും നോക്കിക്കാണാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ബാബയോട് പറഞ്ഞു, രാത്രി അസമയത്ത് സംഭവിച്ചതുകൊണ്ടാകാം ഞാൻ പറയുന്നത് അങ്ങേക്ക് സ്വീകാര്യമാകാത്തത്. ഞാൻ പറയുന്നത് വാസ്തവമാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ ഞാൻ ബാബയെ ശല്യപ്പെടുത്തും. ബാബ പറഞ്ഞു, സന്തോഷം. ആവശ്യം വരുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ അവിടെ എത്തുന്നതാണ്. ബാബ സമ്മതമുറപ്പാക്കി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയും രൂപം പ്രത്യക്ഷമാവുകയും ചെയ്തു. സംഗതി എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറി. പെൺകുട്ടി പുറത്ത് പൂന്തോട്ടത്തിലാണ്, ഞാൻ അകത്തു മുറിയിലും. ധൈര്യം സംഭരിച്ച് അധികാരസ്വരത്തിൽ ഞാൻ ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇത്തവണ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യുവതി സാധാരണ മനുഷ്യനെ പോലെ അടുപ്പത്തോടെ എന്നോട് സംസാരിച്ചു. പെൺകുട്ടി നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്തിട്ടുണ്ട്. ധാരാളം ആഭരണങ്ങൾ ധരിച്ച് നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. കണ്ടാൽ നവവധുവാണെന്ന് തോന്നും. ചെറുപ്പവും സുന്ദരിയുമാണ്. അവൾ പറഞ്ഞു, രാം രാം ബാബാജി, എൻ്റെ പേര് രാഗിണി. ഞാനിപ്പോൾ പ്രേതാത്മാവാണ്. പ്രേതമെന്ന വാക്ക് കേട്ടതോടെ ഞാൻ പേടിച്ച് വിയർക്കാൻ തുടങ്ങി. കാരണം പ്രേതങ്ങളെക്കുറിച്ച് പ്രേതാത്മാക്കളെക്കുറിച്ച് വായിച്ചും കേട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞത് ഇപ്പോൾ കൺമുമ്പിൽ ആദ്യമായി കാണുകയാണ്. നീ എങ്ങനെ പ്രേതമായി? ഞാൻ അവളോട് ചോദിച്ചു. അന്ന് ഈ പ്രദേശം ഇതുപോലെ വികസിച്ചിട്ടില്ല. ആൾപ്പാർപ്പും കുറവായിരുന്നു. ഇടുങ്ങിയ വഴികൾ, ഒരു കുഗ്രാമം. അന്ന് എൻ്റെ വിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ ബന്ധുക്കൾ എന്നെ എൻ്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സമയം ഇരുട്ടുവാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാറായി. അടുത്തുള്ള ഗ്രാമത്തിലെത്തുവാനായി 1 മണിക്കൂറോളം യാത്ര ചെയ്യണം. 3-4 കാളവണ്ടികൾ നിറയെ ആളുകളുമായി ഞങ്ങൾ ആഘോഷപൂർവ്വം മുന്നോട്ട് പോകുകയായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന കാളവണ്ടിയുടെ വണ്ടിക്കാരൻ മദ്യപിച്ചിട്ടുണ്ട്. അയാൾ നല്ല ലഹരിയിലാണ്. കാളവണ്ടിയുടെ എതിർദിശയിൽ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നുണ്ടായിരുന്നു. മോട്ടോർ സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കണ്ണിലടിച്ചപ്പോൾ കാളകൾ വിരണ്ട് പായാൻ തുടങ്ങി. കാളകൾ പാഞ്ഞപ്പോൾ ഞാനും ഭർത്താവും യാത്ര ചെയ്തിരുന്ന വണ്ടി നിയന്ത്രണം വിട്ട് തകിടം മറിയുകയും ഞാൻ മരിക്കുകയും ചെയ്തു. മരണാനന്തര ക്രിയകൾ ചെയ്യണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അറിവുണ്ടായിരുന്നില്ല. മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് എന്നെ മുക്തയാക്കാൻ അവർ ശ്രദ്ധിച്ചില്ല. ഞാൻ ശരീരം നഷ്ടപ്പെട്ട ആത്മാവായി, പ്രേതാത്മാവായി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ്. അവൾ പറഞ്ഞു നിർത്തി. ശരി, ഇപ്പോൾ നീ എന്തിനാണ് എൻ്റെ മുറിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഞാൻ അവിടെവിടെയായി ചുറ്റിത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങളായി ഞാൻ സ്ഥിരമായി ഇവിടെ കൂടിയിരിക്കുകയാണ്. പ്രേതങ്ങളെ ഭൗതികലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ബാധിക്കാറുണ്ട്. ഈയിടെ ഈ പ്രദേശത്തിലൂടെ യാദൃശ്ചികമായി കടന്നു പോകുകയായിരുന്നു ഞാൻ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തെല്ല ആശ്വാസം തോന്നി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? അവൾ പറഞ്ഞു, അങ്ങ് ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ ശബ്ദം എനിക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സ്വാന്തനം തോന്നുന്നുണ്ട്. ദയവായി എന്നെ ഇവിടെ നിന്ന് ഓടിക്കരുതേ. ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എൻ്റെ മുറിയിൽ തൂക്കിയിട്ടിരുന്ന മണി മുറിക്ക് പുറത്തുനിന്ന് വരുന്ന ഇളംകാറ്റിൽ ചെറുതായി ആടുകയും കർണാനന്ദകരമായ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ നാദം എനിക്ക് സാന്ത്വനമായി തോന്നി. എന്നാൽ യുവതിക്ക് മണിനാദം കേൾക്കുക അസഹ്യമായതിനാൽ അവൾ അപ്രത്യക്ഷയായി. മണിനാദം പ്രേതങ്ങളെ അകറ്റുമെന്നും അതുകൊണ്ടാണ് വീടുകളിൽ മണികൾ ഞാത്തിയിടുന്നത് എന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുകയും ചെയ്തു. എന്നാൽ ഞാൻ നിരാശനായിരുന്നു. ആ പ്രേതത്തോട് സംസാരിച്ചതോടെ എന്നിലെ ഭയമില്ലാതെയായി. പ്രേതങ്ങളെക്കുറിച്ച് ചില ധാരണകൾ എന്നിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാബയെ ചെന്നു കണ്ടു. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നില്ല. ഈ ആശ്രമത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഞാൻ ബാബയോട് ചോദിച്ചു. 30 വർഷം, ബാബ പറഞ്ഞു. അങ്ങ് ഈ ആശ്രമത്തിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ചോദിച്ചു. ഏതാണ്ട് തുടക്കം തൊട്ട്. ബാബ പറഞ്ഞു. അതെയോ? ഞാൻ പറഞ്ഞു. പ്രധാന പാത ഉണ്ടാക്കിയതെന്നാണ്? ഞാൻ ചോദിച്ചു. വഴി പുതുക്കി പണിതിട്ട് 20 കൊല്ലമായിട്ടുണ്ടാവും. അതിനു മുമ്പ് ആശ്രമത്തിന് മുമ്പിലുണ്ടായിരുന്നത് പരുക്കൻ ചരൽപാതയായിരുന്നു. ഈ പ്രദേശം ശാന്തവും സുന്ദരവുമാണ്. അതുകൊണ്ടാണ് ആശ്രമം പണിയാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് തന്നെ. അപ്പോൾ പണ്ട് ഇവിടെയുണ്ടായ അപകടത്തെപ്പറ്റി അങ്ങ് കേട്ടു കാണണമല്ലോ. വിവാഹ സംഘത്തിൽപ്പെട്ട ചിലർ അപകടത്തിൽ മരിക്കുകയുണ്ടായി.
ബാബയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കസേരയുടെ തെറ്റത്തേക്ക് നീങ്ങിയിരുന്ന അതിശയത്തോടെ ബാബ ചോദിച്ചു, എന്ത്? എങ്ങനെയാണ് അങ്ങേക്ക് ഇതൊക്കെ മനസ്സിലായത്? ഞാൻ പറഞ്ഞു, അന്ന് അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ വധുവിൻ്റെ പേര് രാഗിണി എന്നോ മറ്റോ ആണ്. അവൾ മഹൂക്കാരിയാണ്. ബാബ അമ്പരന്ന് പോയി. ബാബയ്ക്ക് ഞാൻ പറയുന്ന കഥ കേൾക്കുകയല്ലാതെ ഗത്യന്തരമില്ലായിരുന്നു. രാഗിണി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്ന് ഞാൻ ബാബയോട് പറഞ്ഞു. അങ്ങ് ആ പ്രേതവുമായി സംസാരിക്കാറുണ്ടെന്നോ? ബാബ അത്ഭുതപ്പെട്ടു. അതെ, അവളിൽ നിന്ന് കുറേ കാര്യങ്ങൾ കൂടി അറിയാനുണ്ടായിരുന്നു. എന്നാൽ മണിനാഥമെല്ലാം അവതാളത്തിലാക്കി. അവൾ വീണ്ടും വരാതിരിക്കില്ല, ഞാൻ പറഞ്ഞു. ഇതൊന്നും പുറത്തു പറയരുത് എന്ന് ബാബ എന്നോട് അപേക്ഷിച്ചു, പ്രത്യേകിച്ച് ആശ്രമത്തിലുള്ള ബംഗാളികളോട്. അവർ ഭയപ്പെട്ട് സ്ഥലം വിട്ടുകളയും. ജോലിക്കാരെ കിട്ടാതെ താൻ വട്ടം തിരിയുമെന്നും ബാബ പറഞ്ഞു. അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ഞാൻ ബാബയോട് പറഞ്ഞു. ഇപ്പോൾ നടന്നത് ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേയുള്ളൂ, ഞാൻ ബാബയോട് പറഞ്ഞു. നോക്കൂ ബാബ, അവളുടെ കർമ്മകാണ്ഡപ്രകാരം ചിലതുകൂടി പൂർത്തീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടി വരും. അതിന് അങ്ങ് എന്നെ സഹായിക്കണം. ബാബ പറഞ്ഞു. അങ്ങയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഭയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് ഒട്ടും ഭയമില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് ബാബയെ അറിയിക്കാമെന്നും. ഈ സംഭവം പ്രേതഭൂതാദികൾ, ആത്മാക്കൾ തുടങ്ങിയവയെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റമുണ്ടാക്കി. അജ്ഞാതവും അതേസമയം ആധികാരികവുമായ ധൈര്യം എന്നിൽ നിറഞ്ഞു. രാത്രി എനിക്ക് സുഖമായ ഉറക്കം കിട്ടി. പ്രേതം, ഭൂതം, ആത്മാവ് തുടങ്ങിയവയെപ്പറ്റി ഞാൻ വായിച്ചതെല്ലാം ഒന്നൊന്നായി എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഈ ഒരു അധ്യായത്തിൻ്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.